ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വ്ളോഗ്. എൻ്റെ കൂടെ വാ 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 വാ. ആദ്യം സ്പെസിഫൈ ചെയ്യേണ്ട രണ്ട് പേരുടെയും ഗോളാണ്. എൻ്റെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനായിട്ട് മാക്സിമം മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അത് പല ഇൻട്രോയിലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇവൾക്ക് മാക്സിമം ടോണായിരിക്കുക എന്നൊരു ഇതാണ്. ഒത്തിരി മസിൽസ് എന്നല്ല എങ്കിലും മാക്സിമം ടോണായിട്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വർക്കൗട്ട്സ് ഡയറി. അപ്പം ഇങ്ങനെ ഡയറിയിൽ എൻ്റെ വർക്കൗട്ടും അവളുടെ വർക്കൗട്ടും ഏറെക്കുറെ സിമിലറാണ്, ബട്ട് ഡിഫറെൻ്റ് ആണ് പറയുമ്പം. എനിക്ക് വർക്കൗട്ട് 3 days അങ്ങനെ കണ്ടിന്യൂസ് ഡിസ്പ്ലേ ചെയ്തു. പുഷ് പുൾ ലെഗ് അല്ല, പക്ഷെ അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇവൾക്ക് അപ്പർ ലോവറാണ് വിത്ത് മോർ കാർഡിയോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ആക്ഷൻ പ്ലാൻ. ഇനിയിപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് ഏറെക്കുറെ ഞങ്ങൾക്ക് സെയിം ആണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നുമില്ല പറയാൻ. ഏതായാലും ഇന്നത്തെ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എൻ്റെ അവസ്ഥേനെക്കുറിച്ച്. ഓക്കെ, എന്നാൽ ബാക്കി വർക്കൗട്ട് കാണാം. സ്വന്തം ഇഷ്ടം 20 reps പോവുമോ? അപ്പോൾ ഇവൾക്ക് കൊടുത്തേക്കുന്ന എല്ലാം 20 repetitions ആണ്. അപ്പോൾ വെയിറ്റ് ഇതിപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് എത്ര ഇടണമെന്ന് നമുക്കൊരു ഐഡിയ കാണത്തില്ല. അപ്പോൾ അത് അസസ് ചെയ്യുന്നതാണ് ഈ ഒരു വീക്കിൽ ചെയ്യുന്നത്. ഫോം കറക്റ്റ് ആക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തംബ്ലസ് പിടിച്ചോ? തമ്പിങ്ങനെ അല്ലാണ്ട് പുറത്ത് പിടി, തമ്പ് പുറത്ത് പിടി. ഷോൾഡർ ഫുള്ളിങ്ങനെ നൂർത്തി വിടണ്ടേ. ഒരു അത് മതി പോട്ടെ. അപ്പോൾ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്ന എക്സസൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇത് നമ്മൾ ആ ഒരു പമ്പ് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ആ ലാറ്റ്സിനെ അവിടെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അപ്പർ ബാക്ക് ലാറ്റ്സ് അത് ആ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എത്രയായി 11, 12, 13, 14. കുറച്ചും കൂടെ പൊങ്ങാൻ കേട്ടോ. പോട്ടെ. അപ്പോൾ ഇതാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 20 repetitions ആ വെയിറ്റ് വെച്ച് ചെയ്തു. അപ്പോൾ അത് ഈസി ആയിരുന്നു. ഇനിയും പോകുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും അവൾക്കൊരു സെറ്റുകൾ എല്ലാം ഒറ്റ സെറ്റ് 20 repetitions. അപ്പോൾ അത് അടുത്ത ആഴ്ച ആ വെയിറ്റ് ആയിരിക്കും, അതിന് മുന്നിലുള്ള വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയറിയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഡയറിയിൽ ഇപ്പം 11 kg ആണ് ചെയ്തത്. അപ്പോൾ 11 kg എന്ന് എഴുതി വെക്കും. നെക്സ്റ്റ് വീക്ക് വരുമ്പം 11ൻ്റെ മുകളിലുള്ള വെയിറ്റ് 18 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി എനിക്ക് 2 സെറ്റുണ്ട്. അപ്പോൾ അതിൽ 12ഉം 10ഉം ആണ് റെപ്പറ്റീഷൻ. ഒരു 39 ഇടാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. വലിയ കുഴപ്പമില്ല, ഇനി വെയിറ്റ് കൂട്ടാൻ പറ്റും. ഇനി സ്ട്രെച്ച് ഉണ്ട്. ഇവിടെ ഇങ്ങനെ പിടിച്ചോ, പറയാൻ വിട്ടുപോയി. ഇനി പിടി. ഒരു വയറിൻ്റെ റേഞ്ചിൽ കൈ വരണം. വയറെവിടെയാണോ ആ ഒരു റേഞ്ചിൽ. എന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. 1 2 15 seconds. ഓക്കെ, 39 വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ 52ലേക്ക് ജമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം എഴുതി വെക്കുന്നു. 39. അപ്പോൾ അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് 52 ആണ്. 39ൻ്റെ സെൻറ്ററിലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു 45. അത് സ്കിപ്പ് ചെയ്താണ് ഞാൻ നേരെ ഇതിലോട്ട് പോകുന്നത്. കാരണം എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഞാൻ 39 ചെയ്യത്തില്ല. കാരണം 39 ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്റ്റെപ്പാണത്.
ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത് കേട്ടെ. 52. ഓക്കെ, അപ്പോൾ എന്തിനാണ് സ്ട്രെച്ച് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ. അതായത് മസിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പമ്പ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ്, അതായത് ഇങ്ങനെ ചെയ്ത് ഇതിൽ പമ്പ് ആകുന്ന ഒരു സെറ്റും അത് റിലാക്സ് ചെയ്യുന്ന വേറൊരു സെറ്റും. അപ്പം ബ്ലഡ് ഇതിൽ കയറി പമ്പായി നിന്നു, എന്നിട്ട് ഫുൾ എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യുന്നു. ഗ്രോത്താണ്. അതായത് ഇപ്പം നമ്മൾ മറ്റേ ഡെർമാ റോളർ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടില്ലേ? അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ആണെങ്കിൽ ഇവിടെ നമ്മളൊരു ഇതുണ്ടാക്കുക, ഒരു ഇഞ്ചുറി പോലെ ഉണ്ടാക്കുക. അവിടെ ബ്ലഡ് വരുന്നതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ പമ്പായി നിൽക്കുന്നിടത്തു നിന്ന് അതിനെ സ്പ്രെഡ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ സ്ട്രെച്ചസ് ചെയ്യുന്നത്. അപ്പോഴാണ് മസിൽ ഇത് കംപ്ലീറ്റ് ആകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത്. അങ്ങോട്ട് താഴണം. ഡംബൽ പുൾ ഓവർ ഇവൾ ചെയ്തത് ഒരു കുറച്ചും കൂടെ താഴോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യേണ്ടതായിരുന്നു. അപ്പം 6 kg ആണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ 6 kg ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ അത് ഫോമിനെ അഫക്റ്റ് ചെയ്തു. കൂടുതൽ വെയിറ്റ് എന്നുള്ളതല്ല, മാക്സിമം ആ സ്ട്രെച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ 6 kg ട്രൈ ചെയ്തു. പക്ഷേ അത് ചെയ്തു, 20 reps കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ആ ഫോം എനിക്ക് ഓക്കെ അല്ല എന്നാണ് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് 4 kg ട്രൈ ചെയ്യുള്ളൂ. അപ്പം അവിടെ 6 ഇപ്പോൾ 6 എന്ന് എഴുതിയിട്ട് നമ്മളൊരു ബ്രാക്കറ്റിൽ ഡു 4 നെക്സ്റ്റ് വീക്ക് എന്ന് എഴുതിക്കോ. ഓക്കെ, ഇതാണ് റൈറ്റ്. നോക്കിലിക്കുന്നുണ്ടോ? പോട്ടെ. അവിടെയല്ല വരണ്ടേ, വയറിൻ്റെ താഴെ, മേളിലല്ല. അതുകൊണ്ടല്ല ലോ കേബിൾ റോ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ.
താഴോട്ട് അങ്ങനെ ഇടരുത്, പയ്യെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ എടുക്കുക. അത്രയും പയ്യെന്നല്ല, പക്ഷെ താഴോട്ട് ഇടരുത്. അവിടെ ഇട്ടു. അവിടെ കൊണ്ട് എൽബോ ഇങ്ങനെ നൂർത്ത്, അങ്ങനെ നൂർത്തരുത്. അങ്ങനെ പോവും. സോ നമ്മൾ റെയർ ഡെൽറ്റോയിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാധാ മറ്റേ ചെസ്റ്റിൻ്റെ അതേ മെഷീൻ തന്നെ നമ്മൾ ബാക്കിലോട്ട് ഇറക്കി ഇടുന്നേ ഉള്ളൂ. നാട്ടിലിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും മിക്കരും ചെയ്യുന്ന വർക്കൗട്ട് തന്നെയാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മിക്കരും തന്നെ ഇതിരിക്കാൻ നേരം ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കയറി ഇരുന്ന് ഇങ്ങനെയാണ് ചെയ്യാൻ നോക്കാറുള്ളത്. പക്ഷേ ഇത് ഇച്ചിരിയും കൂടി ബാക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ചെസ്റ്റ് ഇങ്ങനെ ഇവിടെ ടൈറ്റ് ആക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മുടെ മെഷീൻസ് ആണെങ്കിൽ ഈ സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് താത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സീറ്റിൽ പോകാം. സീറ്റ് പൊക്കാൻ പറ്റും. അപ്പം ഇത് പോരാ, കുറച്ചും കൂടെ. ഇത് ഈ ഒരു പൊസിഷനിലിരുന്നിട്ട് കൈ, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ ബാക്കാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ കമോൺ പുറകോട്ട് വരൂ. കറക്റ്റ് ഇത് മാത്രം, ഈ ഒരു ഇത് മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എൻ്റയർ നമ്മൾ അപ്പർ ബാക്കാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇങ്ങനെ ചെയ്താൽ, അതായത് ഈ ഒരു പൊസിഷനിലിരുന്ന് ഇങ്ങനെ ചെയ്താൽ എനിക്ക് റെയർ ഡെൽസ് മാത്രം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ഈ ഒരു വർക്കൗട്ട് നമ്മൾ ബെഞ്ചിലായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ എല്ലാ ബെഞ്ചും എടുത്തിരിക്കുന്നതുകൊണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു സൈഡിൽ ലീനായിട്ട് നിന്ന് ചെയ്യുന്നു മാത്രം. പറ്റത്തില്ല. അയ്യോ, അത് പൊങ്ങത്തില്ല. നമുക്കിനിയും കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്യാനുണ്ട്. ആപ്സ് ചെയ്തിട്ടില്ല, കാർഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് ഷോൾഡറിൻ്റെ വർക്കൗട്ടുണ്ട്. ഇവൾക്ക് ബൈസെപ്സും ട്രൈസെപ്സിനും ചെയ്യാനുണ്ട്. പക്ഷേ ഇവൾക്ക് വർക്കിന് പോകാൻ കുറച്ച് സമയമായി. അതുകൊണ്ട് വൈകുന്നേരം ഇന്ന് വന്നിട്ട് ബാക്കി ആപ്സ് ചെയ്യാനാണ് പ്ലാൻ. എനിക്കിനി
പെഗ്ഡക്ക് ഇവിടുത്തെ മെഷീൻ പെഗ്ഡക്കിൽ ഇത് പുതിയ മെഷീൻസിന് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പെഗ്ഡക്ക് ചെയ്യാൻ നേരം ഈ സാധനം ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഷോൾഡറിൽ വെച്ച് സ്ട്രെയിൻ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു നല്ല ഫീലല്ല അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഞാൻ വേറൊരു പെഗ്ഡക്ക് മെഷീൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഞാൻ ഡംബൽ ഫ്ലൈസ് പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്നാണേലും വർക്കിന് പോകാൻ സമയം ആകാറായതുകൊണ്ട് നാക്ക് കഴിയുന്നു ആയതുകൊണ്ട് പെഗ്ഡക്കിന് ലാസ്റ്റ് വർക്കൗട്ടും കൂടെ ചെയ്ത് തൽക്കാലം ഞങ്ങളുടെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ജിം പോസ് വേറെങ്കിലും